വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. PSC അംഗീകാരം കിട്ടാതെ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കോൺഫറൻസ് ഇവിടെ ചേർത്തത്. ഞങ്ങളുടെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാണെങ്കിൽ 2019 ശേഷമാണ് തുടങ്ങുന്നത്. കാരണം വെച്ചാൽ ഇതിന് മുന്നേ വരെ LSN ആയിരുന്നു ഞങ്ങളുടെ കോഴ്സിന്റെ പേര്, അഥവാ ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു. അതുവരെ അവരായിരുന്നു LI അഥവാ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന തസ്തികയിലേക്ക് PSC എഴുതി കയറിക്കൊണ്ടിരുന്നത്. ഇതിനുശേഷം നാഷണൽ സർവീസ് സ്കീം പ്രകാരം ഞങ്ങളുടെ കോഴ്സിന്റെ പേര് DFE SPM എന്നാക്കി മാറ്റി. ഇതിനുശേഷം ഞങ്ങളുടെ PSC അംഗീകാരം പോയി. ഇതിനുശേഷം ഇപ്പോ BSM പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് LI എക്സാം എഴുതുന്നതും അതിലേക്ക് കയറുന്നതും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇതിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കേണ്ട ആൾക്കാർ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ 2 വർഷത്തെ കോഴ്സിനെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പല സർക്കാർ സ്ഥാപനങ്ങളിലും PSC ഓഫീസുകളിലുമായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഞങ്ങൾ നടത്തിയ കേസ് വിജയിച്ച് 2 മാസത്തിനകം അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ PSC അംഗീകാരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച വന്ന PSC നോട്ടിഫിക്കേഷനിൽ പോലും ഞങ്ങളുടെ കോഴ്സിനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കോഴ്സിനെ ക്വാളിഫിക്കേഷനിൽ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴും PSC തന്നെയാണ് ക്വാളിഫിക്കേഷനിലുള്ളത്. യോഗ്യതാ പട്ടികയിൽ BBC ആൻഡ് HI ഉൾപ്പെട്ട് ചട്ടവിരുദ്ധമാണ്. കാരണം സ്പെഷ്യൽ റൂൾ ഭേദഗതി അതുകൊണ്ട് വരുത്തിയിട്ടില്ല. അപ്പം BBC-ക്കാർക്ക് ഈ എക്സാം എഴുതുകയും ഈ 2 വർഷം പഠിച്ച ലൈഫ് സ്റ്റോക്ക് ഈ DFE ആൻഡ് SP പഠിച്ച ആൾക്കാർക്ക് കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റാതെ ആവുകയാണ് ചെയ്യുന്നത്. അവരുടെ ചാൻസ് ആണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു 7000 കുട്ടികളോളം ഈ ഒരു തസ്തിക ഈ ഒരു കോഴ്സ് പഠിച്ച് ഈ ഒരു ഇത് കിട്ടാതെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങള് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നിങ്ങൾ വേണം ഇനി ഇത് ലോകത്തെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. PSC ഓഫീസിൽ ഞങ്ങൾ കയറി ഇറങ്ങുകയാണ്. അവരിത് അംഗീകരിക്കുന്നില്ല. അവർ BBC-ക്കാർക്ക് അംഗീകാരം കൊടുത്തു, പക്ഷേ ഈ DFE പഠിച്ച SP പഠിച്ച 2 വർഷം പഠിച്ച കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നു. കേന്ദ്രസഭ ഇത് അംഗീകരിച്ചു, പക്ഷേ കേരളവും അംഗീകരിച്ചു, PSC അംഗീകരിക്കുന്നില്ല. PSC അംഗീകരിക്കാത്തത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, DFE SP പഠിച്ചവർക്ക് നോട്ടിഫിക്കേഷൻ ആ കോഴ്സ് അംഗീകരിക്കുന്നതുമില്ല, അപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല. അവർക്ക് അപ്ലൈ ചെയ്യാനേ പറ്റുന്ന അതിനകത്ത് PSC കയറാനേ പറ്റുന്നില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ LI തസ്തിക ജോലി ചെയ്യുന്ന BBC-ക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് 25% സംവരണമുണ്ട്. എങ്കിലും BBC യോഗ്യതയിൽ ജോലി ചെയ്യുന്നവർക്ക് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുമായിട്ട് തുടരാൻ പറ്റത്തില്ല. അവര് കയറി കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ അവരിറങ്ങും. പിന്നെ ഈ വേക്കൻസി പിന്നെ ഇങ്ങനെ കിടക്കും. ഈ കുട്ടികൾക്ക് അത് എഴുതാനും പറ്റില്ല, മറ്റവർക്ക് അത് കയറാനും പറ്റില്ല. ആ ഒരു രീതിയിലേക്ക് മാറുകയാണ് PSC ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തില് DFE എന്ന് പറയുന്ന കോഴ്സ് ഡയറി ഫാർമർ ഓണ്ടർപ്രണർ എന്ന് പറയുന്ന കോഴ്സാണ്. SPF ഉണ്ട്. 2 കോഴ്സുകളും അതായത് നാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച കോഴ്സാണ്. ഈ കോഴ്സിന്റെ പേര് മാത്രം വ്യത്യാസപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പഠിക്കുന്നതെല്ലാം ഒരേ സിലബസുമാണ്. അപ്പൊ PSC ഇപ്പോഴും പഴയ പേരിലാണ് തുടങ്ങുന്നത്. അപ്പൊ PSC ആണ് നമുക്ക് അംഗീകാരം തരാത്തത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് എഴുതാൻ പറ്റാത്തത്. യഥാർത്ഥത്തിൽ അതാണ് സംഗതി. പക്ഷെ സിലബസിൽ കുറച്ചുകൂടെ ഉൾപ്പെടുത്തി ഇവര് കുറച്ചുകൂടെ ബിസിനസ് കാര്യങ്ങളും അതുമെല്ലാം പഠിക്കുകയും ചെയ്തത്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുമാണ് ഇപ്പൊ കിട്ടുന്നത്. പക്ഷെ PSC എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അത് മനസ്സിലാക്കുന്നതുമില്ല, ഈ കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നതുമില്ല. അത് കാരണം ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷന് ഇവർക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല. ഇപ്പൊ അവർ വീണ്ടും PSC വിളിച്ചിരിക്കുകയാണ്, പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇത് പഠിച്ച ഡോക്ടർമാർക്ക് അതായത് PBSC പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നഴ്സുമാര് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നഴ്സുമാരെ വിളിക്കുമ്പോൾ ഡോക്ടർമാർക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ശരിയാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഞാനൊരു ഫാർമസിസ്റ്റ് ആണ്, എന്റെ തസ്തികയിൽ ഡോക്ടർമാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ കോഴ്സിനും ഓരോ കാറ്റഗറിക്കും
ഇന്ന ക്വാളിഫിക്കേഷൻ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവര് ഡോക്ടർമാരെ കൂടെ ഉൾപ്പെടുത്തുന്നതെന്നും അറിയത്തില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം അത്. പക്ഷെ നമുക്കിവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുട്ടികൾക്ക് STFും DFE പഠിച്ച കുട്ടികൾക്ക് അംഗീകാരം കിട്ടണം, PSC അംഗീകരിക്കണം. ഈ കോഴ്സ് 2019 മുതലാണ് ഈ കോഴ്സ് ഈ പേരിലോട്ട് മാറ്റിയത്. പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഈ നോട്ടിഫിക്കേഷന് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് എങ്ങനെയെങ്കിലും അംഗീകരിച്ച് കിട്ടണം. എന്റെ ഹസ്ബൻഡ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം എന്റെ മോന് 2 വർഷമായി ഞാൻ DFE കോഴ്സാണ് പഠിച്ചത്. 2 വർഷമായി ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഗവൺമെന്റ് ജോലി തരാൻ തയ്യാറാണ്. PSC അംഗീകരിക്കാത്തതുകൊണ്ട് ജോലി കിട്ടുന്നില്ല. 2 വർഷം കൊണ്ട് ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കും. ഇതല്ലാതെ വേറെ മാർഗമില്ല. എളുപ്പം ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ DFE കോഴ്സ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് PSC അംഗീകരിച്ചില്ല എന്നറിയുന്നത്. പഠിക്കുന്നതിന് മുമ്പ് സ്കൂളും പറഞ്ഞില്ല, നമ്മളോട് PSC അംഗീകരിച്ചില്ല എന്ന് ആരും അറിഞ്ഞില്ല. ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് പറയുന്നത് PSC അംഗീകരിച്ചു കഴിഞ്ഞാൽ എളുപ്പം ജോലി തരാമെന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും വലിയ വിഷയം വരുന്നത് നമ്മൾ +2 ഈ BHSC ഫസ്റ്റ് ഇയർ കയറുമ്പോൾ നമുക്ക് അവിടുന്ന് സ്കൂളിൽ നിന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ PSC ചെയ്താൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി കയറാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കേരളത്തിൽ മൊത്തത്തിൽ എവിടെയൊക്കെ DFE അല്ലെങ്കിൽ SPM ഉണ്ട് അവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഈ ഒറ്റ കാരണം മാത്രം മനസ്സിൽ കണ്ടിട്ട് ഇത് മാത്രം കേട്ടിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഈ കോഴ്സ് പഠിച്ചിറങ്ങി നല്ലൊരു മാർക്ക് വാങ്ങി പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ മാത്രമേ ഇതിനിപ്പോഴും PSC കിട്ടിയിട്ടില്ല, ഇതിപ്പോ ഈ പഠിച്ച 2 കൊല്ലം വെറുതെ പോയതാണെന്നുള്ള അവർ മനസ്സിലാക്കുള്ളൂ. ഒന്നെങ്കിൽ ഈ PSC അംഗീകാരം കാര്യങ്ങളൊന്നും തരാൻ കഴിയുന്നില്ലെങ്കിൽ ഇവർ ഈ കോഴ്സ് ഒഴിവാക്കണം. ഇതിന് യാതൊരു പ്രയോജനമില്ലാതെ ഇത്രയും കുട്ടികളുടെ ഭാവി വെറുതെ കളയുന്നതിലും നല്ലത് ഈ കോഴ്സ് ഒഴിവാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ പഠിച്ച കാര്യത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് PSC അംഗീകാരം കാര്യങ്ങളും തന്നിട്ട് അതിന് വേണ്ടത് എന്താണെന്ന് പെട്ടെന്ന് ചെയ്യണം. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇനി അധികം ദിവസങ്ങളില്ല, ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. PSC ഇപ്പം തന്ന നോട്ടിഫിക്കേഷൻ ഞങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് ഞങ്ങൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവരത് ചെയ്യണം. അല്ലാതെ BSCക്കാർക്ക് കൊടുത്തിട്ട് അവർ ശരിക്കും കൂടുതൽ യോഗ്യതയാണ്, അവർ എളുപ്പത്തിൽ ഈ എക്സാമും കാര്യങ്ങളും എഴുതിയിട്ട് പോകും. അവർ ഡോക്ടേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്, ഒരിക്കലും നേഴ്സ് ആയിട്ട് അവർ വർക്ക് ചെയ്യാൻ പാടില്ല. ഞങ്ങളാണ് നേഴ്സ് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ഒരിക്കലും അവർക്ക് കൊടുക്കാൻ പാടില്ല. ഇത്രയും കുട്ടികളെ വഞ്ചിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ഞങ്ങൾ വേറൊരു ചോദ്യം. സ്കൂളിനെ സമീപിച്ചു. അധ്യാപകർ നല്ല കോഴ്സാണ്, അംഗീകാരം കിട്ടുന്നു. അത് പോരാനിട്ട് വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റ് എല്ലാ സമയത്തും ഓഫീസർ വിളിച്ചു, അവരും പറഞ്ഞു അംഗീകാരമുണ്ട്. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ എക്സാം നോക്കുമ്പോൾ പറ്റുന്നില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല. എല്ലാവരും ഞങ്ങൾ വ്യക്തി പ്രശ്നത്തിലാണ്. അപ്പൊ ഇവർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയേ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു നിർബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആവശ്യമാണ്. നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേ വന്നിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് റദ്ദാക്കിയില്ല, മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ DFE ST പഠിച്ച 5000-ഓളം കുട്ടികൾ അനിശ്ചിതത്വത്തിലാണ്. അവർക്ക് എഴുതാൻ പറ്റില്ല, പിന്നെ കയറാനും പറ്റില്ല. പിന്നെ ഒരു എക്സാം വരുന്നത് 5 വർഷം കഴിഞ്ഞേ വരുത്തുള്ളൂ. അവിടെ ഈ BBSCക്കാരെ ഉൾപ്പെടുത്തി DFEക്കാരെയും ഈ യോഗ്യതയുള്ള കുട്ടികളെ എല്ലാം ഒഴിവാക്കുകയും ചെയ്തു. DFE പഠിച്ചതും STF പഠിച്ച കുട്ടികളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു BBSCക്കാരെ മാത്രം നിർത്തി ഒരു എക്സാം ഇപ്പം നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. DFE പഠിച്ച കുട്ടികളും STF പഠിച്ച കുട്ടികളും ചെന്ന് കൊടുക്കുമ്പോൾ അത് റിജക്റ്റ് ആയി പോവുകയാണ്. അത് ചെയ്യാൻ പറ്റുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ഒരു കോഴ്സ് PSC അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? കാരണം ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം പോയാണ് കുട്ടികൾ പഠിച്ചത്. അന്ന് കൊറോണ സമയത്തൊക്കെ എക്സാമിന് കൊണ്ടുപോയി എക്സാം ഇരുത്തി എഴുതിയിട്ട് തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരുവാണ് ഓരോ പേരൻസിനകത്ത് ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇതിന് ഈ DFE SPF എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചവർക്കാണ് ഈ നേഴ്സിന്റെ തസ്തികയിലേക്ക് കയറാൻ യോഗ്യതയുള്ളത്. BBSCക്കാർ കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത് കയറാൻ പറ്റാതെയാകും. പിന്നെ ഈ കുട്ടികളുടെ എല്ലാം ഭാവി ഒരു അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യും. എന്ന് പറയുന്നതാ ഇപ്പൊ റെഡിയാകും, നിങ്ങൾ പൊയ്ക്കോ, ഇത് അല്ലെങ്കിൽ 6 മാസം ആകും, 1 വർഷം ആകും. അതായത് BBSCക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടി സ്പെഷ്യൽ റൂൾസ് ഭേദഗതി ചെയ്തിട്ടില്ല. ഗവൺമെന്റ് ഒന്നും അറിഞ്ഞിട്ടില്ല. BBSCക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവര് ഒന്നും ചെയ്യാതെയാണ് PSCക്കാര് ഇത്
ഇതിനകത്ത് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങള് പല പ്രാവശ്യം PSC ഓഫീസിൽ കയറി ഇപ്പൊ ഒരു 2-3 വർഷത്തോളമായി, 5 വർഷമായി ഈ കോഴ്സ് കഴിഞ്ഞിട്ട് തന്നെ. 5 വർഷമായി ഈ കോഴ്സിന്റെ പേര് മാറി കോഴ്സ് കഴിഞ്ഞിട്ട് കോടതി ഉത്തരവുണ്ട്. ഞങ്ങൾ ഇതിനെതിരെ കേസ് കൊടുത്തു. കോടതി ഉത്തരവ് ഇതിനകത്ത് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കോടതി പറഞ്ഞിരുന്നത് 2 മാസത്തിനുള്ളിൽ ഇവർക്ക് ഇതിന്റെ ഇത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. PSC അംഗീകാരം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ PSC അതൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ആൾക്കാരെ സമീപിച്ചിട്ടുണ്ട്. ഞങ്ങള് അത് കൊടുത്തിട്ടുണ്ട്, ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പറയുന്നത് താങ്ക് യു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.